ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടൊക്കെ എങ്ങനെ ചൂടുകാലത്ത് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ കറണ്ട് ചാർജ് എങ്ങനെ കുറക്കാം, ഗ്യാസ് എങ്ങനെ ലാഭിക്കാം എന്നൊക്കെയുള്ള എല്ലാ വീട്ടമ്മമാരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്പ്, നമുക്ക് ഇതുപോലുള്ള ചക്കക്കുരു ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലീനാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കത്തി പോലും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ ചക്കക്കുരു നന്നാക്കാം, പെട്ടെന്ന് തന്നെ നന്നാക്കാം എന്നുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്കിത് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ മുറിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പൊളിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊണ്ട് പോയി കിട്ടും. അപ്പോൾ നനവില്ലാത്ത ചക്കക്കുരു നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ചക്കക്കുരുയുടെ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന മുള പൊട്ടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു മുഴച്ച് നിൽക്കുന്ന ഭാഗത്ത് മുറിച്ചിട്ട് രണ്ടാക്കി ചക്കക്കുരു മുറിച്ച ശേഷം ഇതുപോലെ കൈകൊണ്ട് അവിടെ നിന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കക്കുരു നന്നാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ചക്കക്കുരു ഉണ്ടാവും. ഇതുപോലെ രണ്ടായിട്ട് പൊളിച്ചെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ, അപ്പോൾ രണ്ടാക്കി നമ്മളിങ്ങനെ കത്തി വെച്ച് മുറിച്ചിടുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഒരു ജോലിയായി. ഇതുപോലെ ആ മുള പൊട്ടുന്ന ഭാഗത്ത് വെച്ചിട്ട് മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ വെച്ചിട്ട് തൊലി ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പൊളിഞ്ഞ് കിട്ടും. ആ ഒരു ഭാഗത്താണ് തൊലി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പൊളിച്ചെടുത്താൽ കഴിഞ്ഞാൽ നമുക്കിതിന് കത്തിയുടെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുറിക്കേണ്ട ആവശ്യമുള്ളൂ കത്തി കൊണ്ട്. അതുപോലെ ചക്കക്കുരുയുടെ ബ്രൗൺ കളർ തൊലി നമ്മൾ കളയാറില്ല, കാരണം അതിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ആരും തന്നെ അതിപ്പോൾ കളയാറില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചക്കക്കുരു നന്നാക്കി എടുക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വേണമെങ്കിൽ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടികൾ അതുപോലെ തന്നെ പൊളിച്ചെടുക്കുക. നഖത്തിൻ്റെ ഇടയിലേക്ക് കയറുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം ആ ഒരു ഭാഗത്ത് വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാനിത് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് നമ്മുടെ ഗ്യാസൊക്കെ എങ്ങനെ ലാഭിക്കുക എന്നുള്ളതാണ്. ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ രാവിലെയും ഉച്ചക്കും ഒക്കെ വേവിക്കാനായിട്ട് ആവശ്യമുള്ള പച്ചക്കറികൾ ഒരുമിച്ച് നമുക്ക് വേവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് ഉള്ള വീഡിയോയാണിത്. അപ്പോൾ കുറച്ച് പരിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ സാമ്പാറൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒരേ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും ഒറ്റയടിക്ക് തന്നെ. അപ്പോൾ ഒരേ ഒരു തവണ മാത്രം ഗ്യാസ് കത്തിച്ചാൽ മതിയാവും. നമുക്ക് പയറുവർഗ്ഗമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് കഴുകി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വയ്ക്കാം. ആവശ്യത്തിന് എത്ര വെള്ളം വേണോ അതനുസരിച്ച് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും മസാലകളും മുളക് പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് കറിയാണ് വെക്കുന്നത് അതനുസരിച്ചിട്ടുള്ള മസാലകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രാവിലത്തേക്കുള്ള പയറും കടലയൊക്കെയാണ് വേവിക്കുന്നതെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും പച്ചക്കറി നമുക്ക് വേവിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് തോരൻ ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിനകത്ത് കടത്താൻ പറ്റിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ സാമ്പാർ കഷ്ണമാണ് മുറിക്കുന്നത്. അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണ് ഞാനിത് മുറിച്ചത്. നമുക്കിനി തോരൻ ഉണ്ടാക്കുന്ന ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഇതുപോലെ വെക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കുന്നതിലാണെങ്കിൽ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെന്ത് കഴിയുമ്പോൾ വെള്ളം വരും. അപ്പം ഞാനിതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ചക്കക്കുരുവും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേവ് ആവശ്യമുള്ളതാണ് ചക്കക്കുരു, എന്നാൽ തന്നെയും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിലൊട്ടും വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലേക്ക് ആവി വെള്ളം വന്ന് ഇതിൽ വെള്ളം കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇതുപോലെ ഇതിന് മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കറി വേവിക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ കുക്കർ വിസിലടിക്കുമ്പോൾ പരിപ്പ് തിളച്ച് മുകളിലേക്ക് വരുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ പച്ചക്കറിയൊന്നും വേവിക്കാനില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ തന്നെ ആ പരിപ്പ് തിളച്ച് മുകളിലേക്ക് കയറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇപ്പോൾ എല്ലാ പച്ചക്കറിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടോടെ തന്നെ എടുത്തതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേവ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. എനിക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി അടുത്ത കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചൂടാറിയ ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഞാനൊരു വെറും ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചതെങ്കിലും നന്നായിട്ട് വെള്ളം വന്ന് ചേർന്നിട്ടുണ്ട്, ആവി വെള്ളം. അപ്പോൾ അതുകൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്, കാരണം വെള്ളം ഇതിനകത്ത് വീണ്ടും വരും. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് കഷ്ണം വേണമെങ്കിലും ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രം അടച്ച് മൂടി വെക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മസാല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കും. ഇനി അടുത്തൊരു ടിപ്പ്, ഇതുപോലുള്ള പൊട്ടിയ ചെടിച്ചട്ടിയുടെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുന്ന ചട്ടിയുടെ കഷ്ണം, അല്ലെങ്കിൽ ഓട്, നമ്മൾ മേൽക്കൂരയൊക്കെ മേയുന്ന ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട് മുഴുവനും നല്ല തണുപ്പ് ആക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനതൊരു പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും വീട്ടിലുണ്ടാവും ഇതേപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ. ഏതെങ്കിലും പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നല്ല വേനൽക്കാലമാണ്, AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കറണ്ട് ചാർജൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് AC ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വീട് തണുപ്പിക്കാം എന്നുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രങ്ങൾ എടുക്കാം. അപ്പോൾ എത്രത്തോളം ഓടിൻ്റെ കഷ്ണങ്ങളുണ്ടോ അത്രയും പാത്രം നമുക്ക് എടുക്കാം. എല്ലാ മുറിയിലും വെക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കാം. അപ്പോൾ 2 പാത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓടിൻ്റെ കഷ്ണങ്ങൾ നിരത്തി വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നിറയെ വെള്ളം എടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇതുപോലെ ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചട്ടിയുടെ കഷ്ണം അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, അത്രയും തണുപ്പ് അതിൽ നിൽക്കും. ഇതുപോലുള്ള ഓടിൻ്റെ കഷ്ണങ്ങളിൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പെട്ടെന്ന് തന്നെ പോകില്ല. ഇനി നമുക്ക് ഈ പാത്രം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കി എടുക്കാം. അപ്പോൾ ഒരു 2-3-4 മണിക്കൂർ ഇതുപോലെ ഫ്രീസറിൽ വെച്ച ശേഷം ഐസ് ആയ ശേഷം മാത്രം നമ്മൾ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കാം. ഈ ഒരു വെള്ളം നമുക്ക് റീയൂസ് തന്നെ ചെയ്യാം. ഡെയിലി ഈ ഒരു വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ വെള്ളം മാറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഐസായിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് അവിടെ വയ്ക്കുക. തറയിൽ അല്ലെങ്കിൽ ആ ഒരു റൂമിനകത്ത് ഏതെങ്കിലും ടേബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഇത് തറയിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുകളിൽ ഫാനിൻ്റെ താഴെയായിട്ട് ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റ് വരുമ്പോൾ ഈ ഒരു തണുപ്പ് നമ്മുടെ റൂമിൽ നിറയെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരും. അത് മാത്രമല്ല, ഇതിനകത്ത് ഓടിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആ ഓടിൻ്റെ തണുപ്പ് കുറേ സമയം നിലനിൽക്കും. ഐസ് വെള്ളമായി കഴിഞ്ഞാലും ആ ഒരു തണുപ്പ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചെന്ന് വെച്ച് നമുക്ക് ജലദോഷം അങ്ങനെ അലർജി ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കൂളറും AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലത്തോ കിടക്കുന്നിടത്തൊക്കെ ഇത് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു, ബൈ.